ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്കൈ സൈൻ. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ മാന്ത്രിക ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഹാരി പോട്ടറിനെ കുറിച്ച് അറിയാത്തവരായി ആരും കാണില്ല. പക്ഷേ ആ മാന്ത്രിക വടിക്ക് പിന്നിൽ കണ്ണീരിന്റെയും കഠിനാധ്വാനത്തിന്റെയും വലിയൊരു കഥയുണ്ട്. കഥ തുടങ്ങുന്നത് 1990-ലാണ്. മാഞ്ചസ്റ്ററിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ഒരു ട്രെയിൻ യാത്രക്കിടയിലാണ് ജെ.കെ. റൗളിന്റെ മനസ്സിൽ ആ കുട്ടി മാന്ത്രികൻ ഉദിക്കുന്നത്. പക്ഷേ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. അമ്മയുടെ മരണം, തകർന്ന വിവാഹബന്ധം, കൈക്കുഞ്ഞുമായി കഷ്ടപ്പെടുന്ന ദാരിദ്ര്യം. ഒരു ഘട്ടത്തിൽ കടുത്ത ഡിപ്രഷനിലൂടെ പോലും അവർ കടന്നുപോയി. അന്നത്തെ ആ ഇരുണ്ട ചിന്താഗതിയിൽ നിന്നാണ് ഡിമൻറ്റേഴ്സ് എന്ന കഥാപാത്രങ്ങൾ പോലും ഉണ്ടായത്. ഹാരി പോട്ടർ ആൻഡ് ദി ഫിലോസഫേഴ്സ് സ്റ്റോൺ എഴുതി കഴിഞ്ഞപ്പോൾ റൗളിംഗ് അത് അയച്ചു കൊടുത്തത് 12 പ്രസാധകർക്കാണ്. വിശ്വസിക്കാൻ പറ്റുമോ? ആ 12 പേരും ഈ കഥ തള്ളിക്കളഞ്ഞു. കുട്ടികൾക്ക് ഇത് ഇഷ്ടമാകില്ലെന്നും ഇതിന് വലിയ വായനക്കാരുണ്ടാവില്ലെന്നുമായിരുന്നു അവരുടെ വാദം. പക്ഷേ റൗളിംഗ് തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ ബ്ലൂംസ്ബറി എന്ന ചെറിയൊരു പബ്ലിഷിംഗ് കമ്പനി ആ പുസ്തകം ഏറ്റെടുത്തു. അതും ആ കമ്പനിയുടെ ഉടമസ്ഥന്റെ 8 വയസ്സുകാരിയായ മകൾ ആ കഥ വായിച്ച് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം. അങ്ങനെ 1997-ൽ ആദ്യ പുസ്തകം പുറത്തിറങ്ങി. പിന്നെ നടന്നത് ചരിത്രമാണ്. 7 പുസ്തകങ്ങൾ, 8 സിനിമകൾ, കോടിക്കണക്കിന് ആരാധകർ. ലോകത്തിലെ ഏറ്റവും ധനികയായ എഴുത്തുകാരിയായി റൗളിംഗ് മാറി. പട്ടിണിയിൽ നിന്നും ലോകത്തിന്റെ നെറുകയിൽ എത്തിയ ആ യാത്ര നമുക്ക് തരുന്നത് വലിയൊരു പാഠമാണ്. നമ്മെ 12 പേർ തോൽപ്പിച്ചാലും 13ാമത് ഒരാൾ നമുക്കായി ഉണ്ടാവും. തോറ്റു കൊടുക്കാതിരിക്കുക എന്നതാണ് പ്രധാനം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.